രാവിലെ രണ്ടുപേരും ഒരു ബോധമില്ലാണ്ട് കിടക്കുന്നുണ്ട്. ഒരാൾക്ക് ഇന്ന് പോകണം, ഒരാൾക്ക് ഇന്ന് പോകണ്ട. നമ്മുടെ ഐനൂസിന് ഇന്ന് അവധിയാണ് കേട്ടോ, നഴ്സറി. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു യുദ്ധം നടക്കും. കാരണം ഐനൂസ് ഇവിടെ വീട്ടിലുള്ള ദിവസം ഞാനും ഐനൂസും അങ്ങോട്ട് ചേർന്ന് പോകില്ല കേട്ടോ. അവൾ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനൊക്കെ ഇങ്ങനെ കരയും. അപ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം അങ്ങനെ ഇതാ രാവിലെ എണീറ്റിട്ട് ആദ്യം തന്നെ പയർ നല്ലോണം കഴുകിയിട്ട് കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പൂരി ആക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. പിന്നെ അതാ പാലൊക്കെ പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ, കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചായ. പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ പൂരിപ്പൊടി പൂരിപ്പൊടി അല്ല മൈദപ്പൊടി ഉണ്ടായിരുന്നു, അത് വേഗം ഒരു പാത്രത്തിലോട്ട് ഇട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നു. എന്തിനാ കരയണം? കരയണെന്തിനാണ്? അവിടെ ഇരിക്കാനാണോ പറയണോ? രാവിലെ എണീറ്റ് അതിന് ഐനൂസിന് കരച്ചിൽ പതിവാണ് കേട്ടോ. എന്തിനാണ് കരയണേന്ന് അവൾക്ക് പോലും അറിയില്ല. പിന്നെ ഞാൻ വലിയ മെയിൻറ്റ് കൊടുക്കാണ്ടാവുമ്പോൾ തനിയേ വരും കേട്ടോ. ഇന്ന് കരച്ചിലിൻ്റെ ശക്തി കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് സോപ്പിട്ട് ആളെ മഴയ്ക്ക് ഒരു സൈഡിലോട്ട് ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം തന്നെ ഇന്നലെ കൊണ്ടുവന്ന വെളിച്ചെണ്ണയും ഓയിലൊക്കെ ഞാനൊരു പാത്രത്തിലൂടെ ആക്കണ്ട കേട്ടോ. ഓയിൽ ആക്കിയിട്ടുണ്ടായിരുന്നില്ല, വെളിച്ചെണ്ണ ഇന്നലെ രാത്രി തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ ഒരു പാട്ടയിലിട്ടിട്ട് ഡെപ്പിയിലിട്ടിട്ട് ഞാൻ അടച്ച് മൂടി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചായ ഇവിടെ കാച്ചി റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പയറിനുള്ള ഉള്ളിയാണ് ടീ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കുത്തിക്കാച്ചി വെക്കണം കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് വെക്കുന്നത്. ഇടയ്ക്ക് എനിക്കൊരു തോന്നൽ വരുമ്പോൾ സവാളയും മല്ലിപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടൊരു വെറൈറ്റി കറി അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇക്കാക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. വേഗം ഉള്ളിയും കടുകൊക്കെ മൂപ്പിച്ചതിന് ശേഷം ഞാൻ പയറ് തട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലോണം ഒന്ന് തിളപ്പിച്ച് കുറുക്കി എടുക്കണം. വീണ്ടും ഐനൂസ് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ വലിയ മെയിൻറ്റ് എടുക്കാണ്ടാകുമ്പോൾ ആൾ തനിയെ തന്നെ അവിടെ നിർത്തിക്കോളൂ കേട്ടോ. പിന്നെ ഞാൻ നേരെ തന്നെ പിന്നെ പൂരി ചുടാനുള്ള പരിപാടിയിലോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പൂരി ആണെന്നുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് സോഫ്റ്റ് കുറവാണ് കേട്ടോ. കാരണം ഞാൻ ഇന്ന് കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടില്ല. ഞാനിന്ന് നേരം വൈകിയാണ് എണീറ്റത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് പൊറോട്ട അടിക്കണ പോലെ ഞാനിത് അടിച്ചിങ്ങനെ സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറയാനാണെങ്കിൽ ഈ പൂരി പൊന്തി വന്നില്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് നേരം നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം റെസ്റ്റ് ചെയ്താൽ വെച്ചാൽ മതി, ഒരുപാടൊന്നും പരത്തേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂരിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്ന ടൈമിനാണ് ഒരാളതേ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടത്. അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മളെങ്ങനെ മെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവൾ നമ്മളെ തലയിലാവും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ചായ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വേഗം ഒരു ഗ്ലാസ്സിലോട്ട് പകർത്തിയിട്ട് എനിക്കും ഐനൂസിനുള്ള ചായ ഞാൻ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. ഷിനിക്കാക്ക് എണീറ്റ് വരുമ്പോൾ ഷിനിക്കാക്ക് ഇനി കൊടുക്കുള്ളൂ. പിന്നെ ഞാൻ നേരെ ഹാളിൽ ചെന്നിട്ട് നമ്മുടെ വിരിയല്ല ജനലൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പണ്ടത്തെ വീട്ടിലെ ഓർമ്മയാണ് എനിക്ക്